നമസ്കാരം. കാസർഗോഡ് നടന്ന സംഭവത്തിന്റെ വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. 15-കാരിയെ കാണാതാകുന്നു. 10ാം ക്ലാസ്സിലാണ് ആ കുട്ടി പഠിക്കുന്നത്. രാത്രിയിൽ അനിയത്തിയോടൊപ്പം ഉറങ്ങാൻ കിടന്നതാണ്. പുലർച്ചെയാണ് കുട്ടിയെ കാണുന്നില്ല എന്നുള്ള വിവരം വീട്ടുകാർ അറിയുന്നത്. ഫെബ്രുവരി 12-ാം തീയതി. അപ്പൊ ഇത് കാണാതായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കുട്ടിയുടെ അച്ഛൻ ആദ്യം വിളിച്ചത് പ്രദീപ് എന്ന് പറയുന്ന തന്റെ അടുത്ത സുഹൃത്തിനെയാണ്. അയാൾ 42 വയസ്സുള്ള ആളാണ്. അപ്പൊ ഈ പ്രദീപ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പൊ ഇയാളെ വിളിച്ചപ്പോൾ ഇയാളുടെ ഫോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല. ആദ്യം ഈ പെൺകുട്ടിയുടെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം പെൺകുട്ടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. അതേപോലെ തന്നെയാണ് പ്രദീപിന്റെ ഫോണും. പ്രദീപിന്റെ ഫോൺ ആദ്യം വിളിക്കുമ്പോൾ റിംഗ് ഉണ്ടായിരുന്നു, അതിനുശേഷം സ്വിച്ച് ഓഫ് ആകുന്നു. അങ്ങനെയാണ് വീട്ടുകാർ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഈ പ്രദീപ് ആയിരിക്കണം കുട്ടിയുമായിട്ട് പോയേക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ വീടിനോട് അടുത്ത് ഇടപഴകുന്ന വ്യക്തിയായിരുന്നു പ്രദീപ്. ഈ കുട്ടിയുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഈ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടാക്കാനും ഒക്കെ തന്നെ പോയിരുന്നത് ഈ പ്രദീപായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ബന്ധമുണ്ട്, നല്ല പരിചയമുള്ള അയൽവാസിയാണ് പ്രദീപ്. അപ്പോൾ ഇവരെ കാണാതായിട്ട് 26 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ രണ്ടുപേരുടെയും ശരീരം വീടിന് തൊട്ടപ്പുറത്ത് ഒരു 200 മീറ്റർ മാത്രം അകലെയുള്ള ഒരു കാടെന്ന് പറയാൻ പറ്റത്തില്ല, വലിയ കാടൊന്നുമല്ല, ചെറിയ രീതിയിലുള്ള ഒരു കാട്. ആ കാടിന്റെ അടുത്തൊക്കെ ജനവാസ മേഖലയാണ്. ആൾക്കാരൊക്കെ അതുവഴിയൊക്കെ പോകുന്നതാണ്. അതിന് തൊട്ടടുത്തൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ നിന്ന് കണ്ടെത്തുന്ന സ്ഥലത്ത് നിന്ന് ഒരു കിക്കാറ്റ്, ആ മുട്ടായിയുടെ കവർ കാണുന്നുണ്ട്, കത്തികൾ കണ്ടെടുക്കുന്നുണ്ട്. ഇവരുടെ ഫോണും അതിനടുത്തായിട്ടുണ്ട്. ഫോൺ പൊട്ടിയ നിലയിലാണ് കാണുന്നത്. അപ്പൊ ഇതിനകത്ത് ആദ്യം പറയാനുള്ളത്, ഈ 26 ദിവസമായിട്ട് ഈ പോലീസുകാർ എന്തെടുക്കുമായിരുന്നു? ടവർ ലൊക്കേഷൻ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് കണ്ടെത്താവുന്നതേ ഉള്ളൂ. പക്ഷേ പോലീസുകാർ അനാസ്ഥ കാണിച്ചു. ശരിക്കും ഇതിനകത്ത് പോലീസുകാർ അനാസ്ഥ കാണിച്ചു. കണ്ടെടുത്ത ശരീരത്തിന് 1.5 ആഴ്ചത്തെ പഴക്കമേ ഉള്ളൂ. പ്രാഥമിക നിഗമനത്തിൽ 1.5 ആഴ്ചത്തെ പഴക്കമേ ഉള്ളൂ. കാണാതായിട്ട് 26 ദിവസമായി. അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവർ എവിടെയായിരുന്നു? ഇനി ഇവർ സ്വയം ചെയ്തതാണോ, അല്ലെങ്കിൽ ഇയാള് ആ കുട്ടിയെ എന്തെങ്കിലും ചെയ്തിട്ട് അതിനുശേഷം ഇയാൾ സ്വയം പോയതാണോ? ഇനി മൂന്നാമതൊരാളുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ടോ? ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് അസ്വാഭാവികതയും ഒരുപാട് സംശയവുമുണ്ട്. ഇവിടെ ഏറ്റവും ആദ്യം കുറ്റപ്പെടുത്തേണ്ടത് പോലീസുകാരെയാണ്. പോലീസുകാർ ഇതുവരെയും ഈ അന്വേഷണത്തിൽ ചൂട് കാണിച്ചില്ല. ആദ്യം തന്നെ വീട്ടുകാർ പരാതിപ്പെട്ടതാണ്. പക്ഷെ പോലീസുകാർ അന്വേഷിക്കാൻ തയ്യാറായില്ല എന്ന് തന്നെ വേണം പറയാൻ. അതല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം വൈകില്ലായിരുന്നു. മലപ്പുറത്ത് കാണാതായ 2 പെൺകുട്ടികൾ മുംബൈയിൽ പോയല്ലോ. ആ സംഭവം അന്വേഷിച്ച് ഭയങ്കര വൈറലായതോട് കൂടിയിട്ട് മാധ്യമങ്ങൾ ഈ ഒരു സംഭവം ഏറ്റെടുത്തു. മാധ്യമങ്ങൾ ഇതിനെ ഏറ്റെടുത്ത് അത്യാവശ്യം വൈറലാക്കിയപ്പോഴാണ് പോലീസുകാർക്ക് ചൂട് വന്നത്. ആ കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതുവരെ പോലീസുകാർക്ക് ചൂടില്ല. അതുവരെ ടവർ ലൊക്കേഷൻ കണ്ടെത്തണ്ട, ഒന്നും കണ്ടെത്തണ്ട. അവസാനം മാധ്യമങ്ങളെല്ലാം അറിഞ്ഞു, അത്യാവശ്യം വൈറലായി വാർത്ത എന്ന് മനസ്സിലാക്കിയതോട് കൂടിയിട്ട് പോലീസുകാർ അന്വേഷിച്ച ഉടനെ തന്നെ കണ്ടെത്താൻ സാധിച്ചു. ഈ അന്വേഷണം നേരത്തെ നടത്തിയിരുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നേരത്തെ തന്നെ കണ്ടെത്താൻ പറ്റുമായിരുന്നു ജീവനോടെ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ പ്രദീപും ഈ കുട്ടിയും തമ്മിൽ അടുത്തൊരു ബന്ധമുണ്ട്. കാരണം എന്നും സ്കൂളിൽ കൊണ്ടുവിടുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത ബന്ധമുണ്ടായിരിക്കും. വീട്ടിൽ സ്ഥിരം വരുന്ന ആളാണ്, വീട്ടുകാരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. ഇനി ഈ പ്രദീപ് ഈ കുട്ടിയെ വല്ല മാനിപ്പുലേറ്റ് ചെയ്തതാണോ, ആ കുട്ടിയെ ഏതെങ്കിലും കാര്യം പറഞ്ഞ് വശീകരിച്ചതാണോ, എന്താണ് കാരണമെന്നൊന്നും അറിയില്ല. അവർ തമ്മിൽ ഇനിയും പ്രണയബന്ധമായിരുന്നോ ഒന്നും അറിയില്ല. 42 വയസ്സും 15 വയസ്സും എന്ന് പറയുമ്പോൾ പ്രായം തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. പ്രദീപിന്റെ മകളാകാൻ പ്രായമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്രയും ചെറിയൊരു കുട്ടിയുമായിട്ട് പ്രദീപിന്റെ ബന്ധം എന്തായിരുന്നു? ഇനി മൂന്നാമതൊരാളുടെ ഇൻവോൾവ്മെന്റ്, അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇവരെ രണ്ടാളെയും വേറെ ആരെങ്കിലുമാണ് വകവരുത്തിയതെങ്കിലോ, എന്നിട്ട് അവിടെ കൊണ്ടിട്ടതാണെങ്കിലോ, ഇത്രയും പോലീസുകാർ അന്വേഷിച്ചു തുടങ്ങിയതോട് കൂടിയിട്ട് അവിടെ കൊണ്ടിട്ടതാണെങ്കിലോ, അതിനും സാധ്യതകൾ ഏറെയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? നമുക്കൊന്നും പറയാൻ പറ്റാത്തത്ര രീതിയിലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഫോൺ ആരെങ്കിലും തല്ലിപ്പൊട്ടിച്ചതാണെങ്കിലോ, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. രാത്രി അനിയത്തിയുടെ ഒപ്പം കിടന്നുറങ്ങിയിരുന്ന കുട്ടി വീട്ടിൽ നിന്ന് ഡോറ് തുറങ്ങി ഇറങ്ങി പോവാണ്. അപ്പൊ ഇറങ്ങി പോകുമ്പോൾ ആ കുട്ടിയുടെ സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല, വീട്ടിൽ ഇട്ടിരുന്ന ഡ്രസ്സോടുകൂടി ഇറങ്ങി പോവാണ്. അപ്പം ഒരുപക്ഷെ പ്രദീപ് എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോയതാണെങ്കിലോ, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് സാധ്യതകളും ഇതിനകത്തുണ്ട്. ഇനി റിപ്പോർട്ടുകളും കേസ് അന്വേഷണത്തിൻ്റെയൊക്കെ ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല.